ISROയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റിവെച്ചു. ഉപഗ്രഹങ്ങളെ 224 കിലോമീറ്റർ ദൂരത്ത് അടുപ്പിക്കാൻ ആകാതെ വന്നതോടെയാണ് ഇന്ന് ദൗത്യവും ISRO ഉപേക്ഷിച്ചത്. നേരത്തെ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന പരീക്ഷണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്ന് ISRO അറിയിച്ചു. തുടർച്ചയായി രണ്ടാം തവണയാണ് ISROയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെക്കുന്നത്. ആദ്യം ചൊവ്വാഴ്ച സമയം നിശ്ചയിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഉപഗ്രഹങ്ങളെ 224 കിലോമീറ്റർ ദൂരത്ത് അടുപ്പിക്കാനാകാത്തതോടെയാണ് ഇന്നത്തെ ദൗത്യവും ISRO ഉപേക്ഷിച്ചത്. എന്നാൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും വേഗം പ്രതീക്ഷിച്ചതിലും കൂടിയതാണ് മറ്റൊരു ദിവസത്തേക്ക് ദൗത്യം മാറ്റാൻ കാരണമായതെന്നും ISRO വ്യക്തമാക്കി. ബഹിരാകാശത്ത് വെച്ച് 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന അതിസങ്കീർണമായ ദൗത്യമാണ് ISROയ്ക്ക് മുന്നിലുള്ളത്. ഏകദേശം 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ച ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചു കൊണ്ടുവന്നാണ് കൂട്ടിച്ചേർക്കുകയും പിന്നീട് വേർപെടുത്തുകയും ചെയ്യുക. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ദൗത്യം നിയന്ത്രിക്കുന്നത്. ഡോക്കിങ്ങിന് മുന്നോടിയായി ചേസർ പകർത്തിയ ഭൂമിയുടെ സെൽഫി വീഡിയോ ISRO പുറത്തുവിട്ടിരുന്നു. തദ്ദേശീയ ബഹിരാകാശ നിലയം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക, ഇന്ത്യക്കാരെ ചന്ദ്രനിലേക്ക് അയക്കുക, ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിൾ തിരിച്ചെത്തിക്കുക തുടങ്ങിയ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്തിന് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഭാവിയിലെ ദൗത്യങ്ങളിൽ വൻ ഉപഗ്രഹങ്ങളും പരിവേഷ വാഹനങ്ങളും ചെറുഭാഗങ്ങളായി ബഹിരാകാശത്തെത്തിച്ച് അവിടെ വെച്ച് കൂട്ടിച്ചേർക്കാൻ ഇതുവഴി സാധിക്കും. ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയിലൂടെ വലിയ പരീക്ഷണങ്ങൾ വിജയിപ്പിക്കുന്ന ISROയുടെ മികവ് ഭാവിയിൽ വാണിജ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഊർജ്ജം നൽകും. നിലവിൽ അതിസങ്കീർണമായ ഈ സാങ്കേതിക വിദ്യ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണുള്ളത്. പരീക്ഷണം വിജയിച്ചാൽ ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഡിസംബർ 30-നായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. സയൻസ് ഡെസ്ക്, ന്യൂസ് 18.